മാടക്കത്രയിലൂടെ പോവുകയായിരുന്നു. അപ്പോഴാണ് വ്യത്യസ്തമായ ഒരു പുലികളിയും അതുപോലെ തന്നെ മാവേലിയെയും ഇവിടുത്തെ കുട്ടികളുടെ ഒരു ആഘോഷവും ഒക്കെ നമ്മൾ കണ്ടത്. കണ്ടില്ലേ, കുട്ടിപ്പുലികളൊക്കെ തന്നെയുണ്ട്. ഈ പുലികളുടെ ദേഹത്ത് ചായം വരച്ചിരിക്കുന്നത് ഈ കുട്ടികൾ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ മാവേലിയെ അണിയിച്ചൊരുക്കിയിരിക്കുന്നതും കുട്ടികൾ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി പുലിയുടെ ദേഹത്ത് ഇത് മാവിലയും അതുപോലെ തന്നെ ഇത് ചെണ്ടുമല്ലിയുടെ ഇലയാണെന്ന് തോന്നുന്നു, അതൊക്കെ തന്നെ കെട്ടി വെച്ചിട്ടുണ്ട്. അതായത് കുമ്മാട്ടിയാണ് സാധാരണഗതിയിൽ ദേഹത്ത് പർപ്പട പുല്ലൊക്കെ വെച്ച് കെട്ടി സാധാരണഗതിയിൽ നാട്ടിലേക്ക് ഇറങ്ങുക. ഈ നാട്ടുവഴിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. കൂടാതെ ഇവരുടെ ചെണ്ടയൊക്കെ എന്ന് പറയുന്നത് തീർത്തും അത് കുട്ടികൾ ചെറുപ്പകാലത്ത് നമ്മളൊക്കെ കളിച്ചിരുന്നത് പോലെ തന്നെ ഒരു പെയിന്റ് ബക്കറ്റാണ്. ആ പെയിന്റ് ബക്കറ്റ് കമിഴ്ത്തി വെച്ച് അതിൽ ചീമക്കൊന്നയുടെ വടി ഉപയോഗിച്ച് കൊട്ടുകയാണ്. എന്തായാലും ഈ കൊച്ചു മിടുക്കന്മാരുടെ അടുത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചോദിച്ചറിയാനുണ്ട്. പേരെങ്ങനെയാ? പേര് സിദ്ധാർത്ഥ്. ഇതാരാ ഈ പുലിനൊക്കെ വരച്ചു കൊടുത്തത്? ഞാനും അനശ്വരും കൂടിയിട്ടാണല്ലേ? ഇപ്പൊ എന്താ നമ്മുടെ പരിപാടി? എന്താണ് ശരിക്കും പരിപാടി എന്ന് പറയുന്നത്? ഞങ്ങളെല്ലാം കൊല്ലർക്കാരുടെ പോലെ തന്നെ ക്രിസ്മസിന് ഇറക്കും, കരോളർക്കും അല്ലേ? കരോളർക്കും. പിന്നെ വിഷുവിന് കൃഷ്ണനർക്കും, കണി ഇറക്കും. കണി എല്ലാ ദിവസവും ഉണ്ടോ? അത് ഇന്ന് മാത്രമാണോ പുലിക്കളി? ഇന്ന് മാത്രമല്ല, പക്ഷെ നാളെ ഞങ്ങള് പോവാ എങ്ങടെയൊക്കെ, അതുകൊണ്ട് ഇന്ന് നടക്കിയ അടിച്ചു പൊളിക്കാണ്. അപ്പൊ സ്കൂളൊക്കെ പൂട്ടിയപ്പോ അപ്പം ഈ കൊട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുണ്ടാ? ആണല്ലേ? എത്ര ദിവസമായി പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയിട്ട്? നമ്മള് രണ്ടു മൂന്ന് ദിവസമായാ പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയിട്ട്? നമ്മുടെ കുട്ടിപ്പുലി കളി സംഘം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഞാനും അവരുടെ കൂടെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ നാട്ടുവഴിയിലൂടെ അവരുടെ ആ ഒരു വരവ് കണ്ടപ്പോൾ നമ്മൾ ഇതിലൂടെ പോയപ്പോ ഒന്ന് നിർത്തിയതാണ്. വലിയ ആർഭാടങ്ങളില്ലാത്ത പുലികളും മാവേലിയുമാണ് നമുക്ക് മുന്നിൽ ഇവിടെ കാണുന്നത്. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.